ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് കാരക്കാട് നാദാപുരം റോഡ് പറഞ്ഞ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ മുൻവശത്തുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ മടപ്പള്ളി ഭാഗത്തായിരുന്നു അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായുള്ളൊരു വീഡിയോ ആണ്. ഇനി വടകര ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം, ഈ ഭാഗത്തൊക്കെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഫിക്സൻ സ്ലാബിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റുകളിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും വലിയ കടകളും ഇതൊക്കെ ഉള്ള ഒരു ടൗണാണ്, ചെറിയൊരു ടൗണും കൂടെയാണ്. ഇതിലാണ് വർക്ക് നടക്കുന്നത്. വളരെ വേഗത്തിൽ വർക്ക് കഴിഞ്ഞാലാണ് ഈ ഭാഗത്തുള്ള തിരക്കുകളൊക്കെ ഒഴിവാകുള്ളൂ. ഇപ്പം ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഉള്ളിൽ വശത്തൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കാണാൻ നമുക്ക് അവിടെ ഒരു കുറച്ച് ഭാഗം വിട്ട് കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ വർക്ക് സ്ലോ ആവാൻ കാരണം അറിയാൻ സാധിച്ചത് മണ്ണിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ് എന്നാണ്. എന്നാലും ഇപ്പോഴൊക്കെ കുറേ മണ്ണൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വലിയ മൺകൂനകളാണ്, ഇവിടെ സ്റ്റോക്ക് ചെയ്തതാണ്. ഇപ്പം അവിടെയൊക്കെ ഫിക്സൻ സ്ലാബിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. മുൻവശത്തൊക്കെ ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഭാഗത്ത് ഇവിടെ ഫൗണ്ടേഷന് ഭാഗമായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഉയർത്തിക്കൊണ്ടുവരുന്നത്. രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലാതെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. എന്നാലും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഈ ജംഗ്ഷനുകളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സ്കൂളുള്ള സമയത്തൊക്കെ. അപ്പോൾ നാദാപുരം റോഡ് എന്നാണ് ഈ ജംഗ്ഷൻ്റെ ഈ ഭാഗത്തേക്ക് പറയാം. അപ്പോൾ ഈ ഭാഗത്തുള്ള വർക്കുകൾ ഒരു സൈഡിലുള്ള അണ്ടർപാസിൻ്റെ വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അണ്ടർപാസിൻ്റെ ഒരു സൈഡിലുള്ള ഭാഗം കോൺക്രീറ്റ് സ്ലാബിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. ഇതാണ് ഇവിടെ വരുന്ന അണ്ടർപാസിൻ്റെ വർക്ക് കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ നേരത്തെ വേറൊരു പേരായിരുന്നു കാരക്കോട്. ഇപ്പം ഇവിടെ എല്ലാ ബോർഡിലും കാണുന്നത് നാദാപുരം റോഡ് എന്നാണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പേരൊക്കെ ഒന്ന് മാറിയത് എന്ന്. എല്ലായിടത്തും പേര് മാറുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ. അപ്പോൾ പുതിയ പേരാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതിനുള്ള ഓരോ ഷട്ടറുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കി കൊടുക്കുന്ന ഒരു ക്രെയിന് കാണാം. ഇവിടെ ഇനി വലിയ മതിലൊക്കെ വരാനുള്ള, കോൺക്രീറ്റ് മതിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും അല്ല തോന്നുന്നത്. അപ്പുറത്ത് ആ ഫിക്സൻ സ്ലാബിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ. ഇനി ഈ ഭാഗത്തൊക്കെ സ്ലാബിൻ്റെ വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ മണ്ണ് ഫില്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ വരാനുള്ളത്. ഇതുപോലുള്ള വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ വരുമ്പോഴാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ബ്ലോക്കുകൾ കൂടുന്നത്. വളരെ സ്ലോവിലെ വർക്ക് നടക്കുന്നതുകൊണ്ടും ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെ ആയിരിക്കും. വടകര ഭാഗത്തുള്ളവർ കുറേ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വർക്കുകൾ. നമ്മളെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ജനങ്ങളെ പ്രയാസം അത്രത്തോളം ഉണ്ട്. കമൻറ്റിലൂടെ നമുക്ക് അവരുടെ പ്രതിഷേധം അറിയാം. ഓരോ കടക്കാരും ദിവസം അവരുടെ കടൻ്റെ മുന്നിൽ വെള്ളം ഒഴിച്ചിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്. കടയുടെ ഉൾവശത്തേക്കൊക്കെ നല്ല രീതിയിലുള്ള പൊടിയും അവരുടെ സാധനങ്ങളൊക്കെ പൊടിയിൽ മുങ്ങി കിടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാനും പറ്റും. പിന്നെ ഈ കടക്കാർക്ക് അവരെ സാധനങ്ങളൊക്കെ അവരെ നല്ല സേഫ്റ്റിയിൽ വെക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പ്രതിഷേധം കൂടെയാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ചെയ്യുന്ന കാണുന്നത് ഫിക്സൻ സ്ലാബിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട്. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തതിൻ്റെ ശേഷമായിരിക്കും പിന്നെ ബേബി മെറ്റൽ ഇങ്ങനെയുള്ള മെറ്റലുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ തള്ളി സ്ലാബ് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കടന്നു പോകാനും മണ്ണ് പോയി ഇതിൽ അടഞ്ഞു നിൽക്കരുത്, അതിന് വേണ്ടി ഇത് ഒരു സ്പോഞ്ച് പോലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം അങ്ങോട്ട് പുറത്ത് പോകും വേണം, എന്നാൽ മണ്ണ് പോയി സെറ്റാകാൻ പാടില്ല. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ഇതുപോലുള്ള മെറ്റലൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് മണ്ണ് നിറച്ച് കൊടുക്കുക. അപ്പോൾ അതിനുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കട്ട വെച്ച് ഇതൊക്കെ സ്ക്രൂ ചെയ്തൊക്കെ അവർ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സർവീസ് റോഡിൽ ഇതുപോലെ വലിയ വലിയ ലോറികൾ ഇങ്ങനെ വരിയായി വരുമ്പോൾ
യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. വലിയ ലോറികൾ കടന്നു പോയാലേ ചരക്ക് നീക്കങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ദിവസേന ഇങ്ങനെ ചെറിയ ഈ റോട്ടിലൂടെ ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ വരിയായിട്ട് വലിയ കണ്ടെയ്നറുകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ദൈനംദിന യാത്രകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ റോഡ് വർക്ക് കംപ്ലീറ്റ് ആയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഈ പ്രദേശവാസികൾക്കും ആളുകൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കമ്പനികൾ അതിനുള്ള ഒരു ഊർജ്ജം ഇല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്താണ് എൻ്റെ വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ എടുത്തിട്ട് ഇനി വടകര ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കൈനാട്ടി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കൈനാട്ടി ഭാഗത്തേക്ക് വരുമ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞത് കാണാം. ഒരു സൈഡിൽ ഫിക്സഡ് സ്ലാബിൻ്റെ കൂട്ടി വെച്ച് കാണാം. ഇത് വർക്കിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഈസിയായ ഒരു സ്ഥലത്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിലൂടെ കയറിയിട്ടാണ് വരുന്നത്. അവിടെ നേരത്തെ നമ്മൾ കണ്ട നാദാപുരം റോഡ് ഭാഗത്തേക്ക് തിരിയുന്നത് വരേക്കും വരുന്ന അണ്ടർപാസിന്റെ അടുത്ത് വരെ ഏകദേശം ടാറിങ് എത്തിയിട്ടുണ്ട്. കുറച്ച് അടുത്ത് വരെ ആ ഭാഗത്തുനിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നേക്ക് വീണ്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞതുണ്ട്. അവിടെ മുൻവശത്തൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, അതുപോലെ ലെവൽ ചെയ്ത് കിടക്കുകയാണ്. കുറേശ്ശെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെ നമുക്ക് കാണാം ഇനി ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ വരാനുണ്ട്. ഇവിടെ തന്നെ മണ്ണ് കുറേ ഭാഗത്ത് എടുത്തു മാറ്റാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ആ സൈഡിൽ ഇനി വലിയ രീതിയിലുള്ള വർക്കുകൾ വരാനുണ്ട്. സോയിൽ ലെവലിങ്ങിന്റെ വർക്കാണ്. അങ്ങനെ അല്ലെ കോൺക്രീറ്റ് വാള് വരാനുണ്ട്. മണ്ണ് പൊട്ടി വീണതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ വളരെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഓരോ അര കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെ വിട്ട് ഇങ്ങനെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ കൈനാട്ടി ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു കാഴ്ച. ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഞാൻ കൈനാട്ടി ടൗൺ ഭാഗത്തേക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വലിയൊരു ഫ്ലൈ ഓവർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അണ്ടർപാസ് എന്ന് പറയാം, പക്ഷേ ഫ്ലൈ ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഇതിൻ്റെ താഴ്വശത്തൊക്കെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുകയാണ്. ഇങ്ങോട്ട് നാദാപുരം ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആണ് ഇത് വന്നിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഈ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തിരുത്തി തരിക, അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ താഴ്വശത്ത് ഈ സെൻറ്റർ ഭാഗത്തൊക്കെ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു ഭാഗത്തേക്കൊക്കെയാണ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. ആ കാണുന്ന റോഡാണ് അങ്ങനെ നാദാപുരം ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവിടെ ആ ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട്, അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി മുൻവശത്ത് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ആ ഭാഗത്തൊക്കെയാണ് ഇവിടെ ഫിക്സൻ സ്ലാബിൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതിന്മേലൊക്കെ ഇനി പെയിൻറ്റിങ് ചെയ്യാനുള്ള വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട്. നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ, ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും കൂടുതൽ മണ്ണ് ഫില്ലിങ്ങിൻ്റെ വർക്കുകളാണ് വരാനുള്ളത്. അതാണ് വളരെ ലൈറ്റായിട്ട് നടക്കുന്നത്. ഇവിടെയൊക്കെ ഷട്ടറുകളൊക്കെ പൊളിച്ചെടുത്ത് അതിന് മുകളിൽ ഇനി ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കാണ്ട്, അതൊക്കെ കുറച്ച് കഴിഞ്ഞായിരിക്കും നടക്കുക. ഈ ഭാഗത്ത് മുൻവശത്തേക്ക് പോയി നോക്കാം. ഇവിടെ കാണാം നമുക്ക് ഫിക്സൻ സ്ലാബുകൾ കാണാം. ഫിക്സൻ സ്ലാബിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് കാണിക്കാം. കണ്ടില്ല, ഈ ഭാഗത്ത് മണ്ണ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഫൗണ്ടേഷൻ്റെ വർക്കുകൾ. ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്. ആ സൈഡിൽ തീരെ വർക്ക് നടന്നിട്ടില്ല. അപ്പോൾ ഒരു സൈഡിലാണ് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിൻ്റെ കുറവാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ വളരെ സ്ലോ ആയത്. മണ്ണ് കിട്ടാഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. ദൂര സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുമ്പോഴേക്ക് ഭയങ്കര ടൈം എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഇവിടെ ഇപ്പോൾ ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒരു ബസ് സ്റ്റോപ്പുമായി
ഇത് ബസ് കാത്ത് നിൽക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം പോലെ ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു രീതിയിൽ വന്ന് നിൽക്കാം, വെയിലും മറ്റൊന്നുമില്ലാതെ മഴയൊന്നും കൊള്ളാതെ നിൽക്കാൻ പറ്റുന്നൊരു ജംഗ്ഷൻ പോലെ ആയിട്ടുണ്ട് ഈ അണ്ടർപാസ് വന്നതോടുകൂടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ മണ്ണായി കിടക്കാനാണ്, ഈ താഴ്വശത്തൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്തൊക്കെയാണ് ലോഡ് ഇറക്കി കയറ്റുന്നൊക്കെ ഉണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരു ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പോലെ ആയിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഈ അണ്ടർപാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വാഹനങ്ങൾ കുറേ പേര് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഉള്ളിൽ വാഹനങ്ങൾ നിർത്തിപ്പോകുന്നുണ്ട്. അത് ഫൈന് കിട്ടുന്ന ഒരു ഇതാണ്. അതുപോലെ ഓവർപാസിൻ്റെ മുകളിൽ വാഹനങ്ങൾ നിർത്തിപ്പോകുന്നത്. വൈകുന്നേരങ്ങളിൽ ആളുകൾ സ്വറ പറഞ്ഞിരിക്കാനൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഫൈന് കിട്ടാനും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്നൊക്കെ പ്രശ്നങ്ങളാണ്. ഇവിടേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്കാണ് തീരെ വർക്ക് ചെയ്യാത്തത്. ഇതിൻ്റെ തുടക്കത്തിൽ ആ ഭാഗത്തും വർക്ക് ചെയ്തിട്ടില്ല. അവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചോറോഡ് ബാങ്ക് അങ്ങോട്ട് നിന്നൊരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഞാൻ അതാ പറഞ്ഞത്, ഇവിടേക്ക് 3-4 പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ അവിടേക്കാണ് കാരക്കോട് നാദാപുരം റോഡ്. അപ്പോൾ ഇവിടെയൊക്കെ അധികം 2-3 പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ പേരായിരിക്കാം, ചിലത് ആ ഭാഗത്തിൻ്റെ പേരായിരിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ കറക്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ ബോർഡിൽ നിന്നൊക്കെ വായിച്ചിട്ടുള്ള പറയുകയാണ്. അപ്പോൾ ഇവിടെ മണ്ണ് ലെവലിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കാറ്റ് വണ്ടിയുണ്ട്, അപ്പുറത്തൊരു മണ്ണ് കോരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടി അപ്പുറത്തുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈനേജാണിത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്തപ്പോൾ തുടക്കമിട്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻറ്റർ ഭാഗത്തുള്ള വർക്കാണ് വരാനുള്ളത്. നല്ല ചുമന്ന കളറുള്ള മണ്ണാണ് ഇത്. എവിടുന്നാണ് കൊണ്ടുവരുന്ന അറിയില്ല. വളരെ ദൂര സ്ഥലത്തുനിന്ന് എവിടുന്നെങ്കിലും കുന്നിടിച്ചൊക്കെ കൊണ്ടുവരുന്നതായിരിക്കാം. ഏതായാലും വർക്ക് നടക്കുന്നുണ്ട്. ഈ സ്ലാബിൻ്റെ അടുത്തേക്ക് മെറ്റലുകൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ സൈഡ് വശത്ത് ഇങ്ങനെ മെറ്റൽ ചെയ്ത് കൊടുക്കുന്ന വർക്ക് കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ചില ഭാഗത്ത് വളരെ സ്ലോ ആണ്. ഇവിടെയൊക്കെ ലൈനൊക്കെ മാറ്റി വെച്ച് ഇവിടെ പുതിയ ഇരുമ്പിൻ്റെ പോസ്റ്റൊക്കെ കൊടുത്ത് കാണാം. ഇനി ഇതിൻ്റെ ഭാഗത്ത് ഫുട്പാത്ത് വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന ഭാഗമാണ്. കോഴിക്കോട് ഭാഗത്തൊക്കെ മറ്റു ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ സൈഡിൽ ഒരു ഫുട്പാത്തും കൂടെ വരുന്നുണ്ട്. ചില ഭാഗത്ത് ഇങ്ങനെ വീതി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിട്ടു പോകുന്നുണ്ട്. ഇവിടെ ഒരു പഴയ ഭാഗം കോൺക്രീറ്റ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എന്തായിരുന്നു ഒരു ഐഡിയ ഇല്ല. ഇവിടെ പഴയ റോഡിൻ്റെ ഡ്രെയിനേജ് ആയിരുന്നു എന്ന് തോന്നുന്നത്. കണ്ടിട്ട് പഴയൊരു ഡ്രെയിനേജ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ കൈനാട്ടി ഭാഗത്ത് ഉള്ള ഒരു വർക്കാണിത്. ബജാജിൻ്റെ ഷോറൂമിൻ്റെ അടുത്താണിത്. അപ്പുറത്ത് ഒരു ടാറ്റ മോട്ടോഴ്സ്. ടൗണിലൂടെ കടന്നു പോകുന്ന ഭാഗത്തൊക്കെ വേഗം വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വർക്കേഴ്സിനും ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പൊടിയും അതുപോലെ കച്ചവടങ്ങൾക്കൊക്കെ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഞാൻ ചോറോഡ് ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർപാസിൻ്റെ ഉൾവശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കാണാൻ ഇത് 2 തട്ടായിട്ടാണ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഒരു കുറച്ച് താഴ്ത്തിയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്വശം കാണുന്നത്. ഇവിടെ ഈ ഭാഗം കുറച്ച് ഉയർത്തിയിട്ട് 2 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ വർക്ക് കഴിച്ചിട്ടുള്ളത്.
ഒരു മാസം 1.5 മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അന്നും ഇതുപോലെ തന്നെയാണ് ഇവിടെ വർക്കുകളൊക്കെ കിടത്തിയിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മള് തുടങ്ങിയത് നാദാപുരം റോഡ് ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോഴുള്ള ഒരു മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോഴും മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇനിയും നടക്കാനുണ്ട്. ഇതിന്റെ ഭാഗത്ത് കണ്ടില്ലേ, വാഹനങ്ങൾ ഇങ്ങനെ വൈകുന്നേരങ്ങളിലാകുമ്പോൾ വളരെ സ്ലോവിലായിരിക്കും പോവുക. വാഹനങ്ങൾ കൂടുതലാണ്. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇവിടെ ഫിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാള് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട്. ഇവിടെയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല, പഴയ പോലെ തന്നെ കിടക്കുകയാണ്. അന്ന് വന്ന പോലെ തന്നെ അത് കോൺക്രീറ്റിന്റെ ഒരു ഭാഗം ഇങ്ങനെ കെട്ടി വെച്ച പോലെ അതുപോലെ കിടക്കുകയാണ് ഇപ്പോഴും. ഇങ്ങോട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്താണ് സർവീസ് റോഡ് വരേണ്ടത്. സർവീസ് റോഡിന്റെ ഭാഗത്ത് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ കാണാൻ പറ്റും. സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഡ്രൈനേജിന്റെ വർക്കുകൾ കുറച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കമ്പി വരെ പൊക്കിയിട്ടിട്ടുള്ളൂ. അത് ഇവിടേക്കാണെങ്കിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ തുടക്കം വളരെ സ്ലോവിലാണ് വർക്കുകൾ. ഈ ഭാഗത്തുള്ള ആളുകൾ കാണുന്നവരൊക്കെ പരാതി പറയുന്നുണ്ട്. അങ്ങോട്ട് അതാ കാണുന്ന ആ ഭാഗത്തായിരുന്നു നമ്മൾ തുടക്കം ഇട്ട് ഇവിടുന്ന് അങ്ങോട്ട് വടകര ഭാഗത്തേക്കായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ അഴിയൂർ ഭാഗത്തുനിന്ന് നമ്മൾ തുടങ്ങി ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. കണ്ടില്ലേ, ഈ ഭാഗത്താണ്, മുകളിലാണ് റോഡുള്ളത്. ഈ ഭാഗത്ത് ഒരു വർക്കും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെയാണ് ഇത് അണ്ടർപാസ് വന്നിട്ടുള്ളത്. ഇതുവഴി ഇനി വർക്കൊക്കെ നടക്കാനുണ്ട്, മണ്ണ് നീക്കം ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. അണ്ടർപാസ്. അപ്പൊ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം, വടകര ഭാഗത്തേക്കുള്ളത്. അപ്പോൾ ഈ അണ്ടർപാസിന്റെ താഴ്വശത്തേനെ നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.